ഇനി ആരും പഴംപൊരി ക്രിസ്പി ആയിട്ടില്ല, അതുപോലെ കടയിലെ പോലെ പൊങ്ങി വന്നിട്ടില്ല എന്നുള്ള പരാതി പറയണ്ട. അതിന് മാവ് എടുത്ത് വെക്കുകയോ നേരത്തെ ആക്കി വെക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ എടുക്കുന്ന മൈദ മാവ് എത്രയാണോ അതിൻ്റെ കാൽഭാഗം നമ്മൾ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുക്കുക. പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി. എന്നിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി തന്നെയാണ് ചേർത്തത് കളറിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു ഏലക്കായ സീഡ്സും അതുപോലെ ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം, ഒരു മുട്ട എന്തായാലും എടുക്കണം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതാണ് പൊങ്ങി വരാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. സ്പൂൺ വെച്ചല്ല, ഫോർക്ക് വെച്ച് തന്നെ അടിക്കണം. നന്നായിട്ട് മൈദ കലക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ എടുത്തൊഴിച്ചാൽ വെള്ളം പോലെ വരികയും ചെയ്യരുത്. ഇനി നമ്മളിതാ പഴം ഇതുപോലെ ഒന്ന് സ്ലൈസ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് മുക്കിയിട്ട്, മാവിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ എണ്ണ ഈ ഒരു പഴം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഉണ്ടാവാൻ. അപ്പോഴാണ് പഴംപൊരി നന്നായിട്ട് വരുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം, ബ്രൗൺ ആകുന്നവരെ. അപ്പോൾ ഇതാണ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്, അതുപോലെ പൊങ്ങിയിട്ടുള്ള പഴംപൊരിയാണ്. അതിന് നമ്മൾ വേറെ മാവൊന്നും എക്സ്ട്രാ എടുത്ത് വെക്കുകയോ മാവ് ഒഴിച്ച് വെക്കുകയോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.